ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇതിനെക്കാട്ട് പരിപ്രശ്നമാക്കാം. 10 രൂപ പൂച്ച വേണ്ട, വേണം. ആണോ? ആട്ടെ പൂച്ചേനെ കാണിച്ചേ, 10 രൂപ പൂച്ചേനെ. പൂച്ചേനെ ഭംഗിയുണ്ട്. പൂച്ച കൊണ്ടുവരുന്ന ആളെയും ഭംഗിയുണ്ട്. ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ക്രിസ്മസ് വിഷസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനും എൻ്റെ ഫാമിലി എങ്ങനെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വലിയതൊന്നുമല്ല, ഞങ്ങളുടെ ഒരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് പുറപ്പെട്ട് വന്നപ്പോഴേക്കെന്നെ മിഥുൻ എഴുന്നേറ്റിട്ട് ഊദ് ബക്കൂറൊക്കെ പുകയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല മണം തരും റൂംസിനൊക്കെ, അതുപോലെ തന്നെ നല്ല പോസിറ്റിവിറ്റിയും തരും എന്നാണ് മിഥുൻ പറയണത്. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബീഫ് സ്റ്റൂവും അതുപോലെ ബ്രെഡുമാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി 1/2 കിലോ ബീഫൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഞാനത് അടുപ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റൂ ഒക്കെ മിഥുന് ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് മാത്രമല്ല കേട്ടോ, ചിക്കൻ, മട്ടൺ എല്ലാ സ്റ്റൂസും മിഥുന് ഇഷ്ടമാണ്. ഞാൻ ഈ ഇഷ്ടമൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കഴിച്ചിട്ടുള്ളൂ. ഈ ബീഫ് ചിക്കൻ സ്റ്റൂ ഒക്കെ ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങും പിന്നെ 2 ക്യാരറ്റും തലേ ദിവസം തന്നെ പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളയുവാണേ. പിന്നെ തങ്ക എഴുന്നേറ്റ് വന്നു. എനിക്കപ്പോൾ തങ്കത്തിന് ബെഡ്റൂമിൽ പോയിട്ട് കൊഞ്ചിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ തങ്ക എഴുന്നേറ്റ് വന്നപ്പോൾ അവളൊക്കെ ഒന്ന് കൊഞ്ചിച്ച് അവളുടെ മൂടൊക്കെ ഒന്ന് നല്ല ശരിയാക്കി. അപ്പോഴേക്കും എൻ്റെ ഒരു 7-8 വിസിലൊക്കെ കുക്കറിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ലൈറ്റായിട്ട് മൂത്തപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് സവാള നീളത്തിൽ മുറിച്ചത് ഇട്ടിട്ട് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വഴറ്റിയിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടണം. അതിന് മുമ്പ് ഞാൻ കറിവേപ്പില പറിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ തങ്കം ഉറക്കപ്പിച്ചിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പിലയൊക്കെ പറിച്ചിട്ട് എൻ്റെ കറിവേപ്പില മരത്തിൻ്റെ കറിവേപ്പിലയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ വലിയ മരത്തിൽ നിന്ന് തന്നെ പറിക്കേണ്ടി വരും. ഞാൻ കറിവേപ്പില പറിച്ച് വന്നപ്പോൾ ഉണ്ട് നമ്മുടെ ജെന്നിഫർ ഇപ്പോൾ പ്രഗ്നൻ്റാണ് വീണ്ടും. ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് അവൾക്ക് കൊഞ്ചലും കുറച്ചിലൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവളോട് കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നു. അപ്പോഴേക്കും ഈ സവാളയൊക്കെ നല്ലവണ്ണം ഓൾമോസ്റ്റ് വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് പിന്നെ എല്ലാം കൂടി നല്ലവണ്ണം വഴറ്റണ വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് അത് വീണ്ടും അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി പച്ചമുളകാണ് ഇടേണ്ടത്. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ പച്ചമുളകൊക്കെ നല്ല എരിവില്ലാത്തതാണ്. അപ്പോൾ നല്ല പിഞ്ച് ആണ്. അപ്പോൾ ഞാനത് അതിലേക്ക് കീറിയിട്ടിട്ടുണ്ട് 5-6 എന്നിട്ട് ഞാൻ ആ ഉരുളക്കിഴങ്ങ് പീസസ് ആക്കിയിട്ടുള്ളത് ഇട്ടിട്ട് 2ാം പാൽ ഒഴിച്ചിട്ട് അതിങ്ങനെ ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം മാഷ് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതും കൂടിയും അതിലിട്ടു. അതിലിത്തിരി വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ കൂടി ഒഴിച്ച് ഞാൻ ഇട്ടിട്ട് നല്ലവണ്ണം മാഷ് ചെയ്ത് പിന്നെ അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം കുറുകാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ ആവശ്യത്തിന്, അപ്പോൾ നേരത്തെ കുറച്ച് പെപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ എരിവിന് കുറച്ചും കൂടി പെപ്പറൊക്കെ ഇട്ടിട്ട് ഇളക്കി അതിങ്ങനെ കുറുകാൻ വേണ്ടിയിട്ട് വെച്ചു. അത് നല്ലവണ്ണം കുറുകി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1ാം പാൽ ഒഴിച്ചെടുത്തു. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്കത് തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ലൈറ്റ് ഒരു തള ഇങ്ങോട്ട് വന്നത് ഞാനത് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി ഈ ബീഫ് സ്റ്റൂവിൻ്റെ മെയിൻ പാർട്ടാണ്, നമ്മളതിലേക്ക് വറുത്തിടുമ്പോൾ നെയ്യിലാണ്. അപ്പോൾ നല്ലവണ്ണം നെയ്യ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് അത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാൻ ഈ ബീഫ് സ്റ്റൂവിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബീഫ് സ്റ്റൂവിൻ്റെ ഏത് സ്റ്റൂ ആണെങ്കിലും സ്റ്റൂവിൻ്റെ ടേസ്റ്റ് ഫ്ലേവറൊക്കെ നല്ലവണ്ണം കൂടും. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൂവൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ബ്രെഡുകൾ എടുത്തിട്ട് ഞാനതൊന്ന് ആവി കയറ്റാൻ വേണ്ടി സ്റ്റീമറിൽ വെച്ചു. അങ്ങനെ അത് ആവി കയറ്റിയെടുത്തു. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ തിങ്സും എടുത്ത് വെക്കുകയാണ്. അങ്ങനെ എല്ലാം എടുത്ത് എല്ലാവരും റെഡിയായിട്ട് വരുവാണ്. അപ്പോൾ ക്രിസ്മസ് വിത്തൗട്ട് വൈൻ എന്താണല്ലേ. അപ്പോൾ ഞങ്ങൾ ഒരു നോൺ ആൽക്കഹോളിക് വൈനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഗ്ലാസ്സിലേക്കൊക്കെ എല്ലാം ഒഴിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ തങ്കം വന്നിട്ടുണ്ട് കേട്ടോ. തങ്കത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കസേരയുടെ മുകളിലൊരു തലോണയൊക്കെ വെച്ചിട്ടാണ് അവളുടെ ഹൈറ്റ് റെഡിയാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത് അവൾക്ക് ഞാൻ ബീഫ് സ്റ്റൂവും ബ്രെഡും കൊടുത്തു. അപ്പോൾ അവളുടെ വിചാരം ഈ ബീഫിലിട്ടിട്ടുള്ള ഉരുളക്കിഴങ്ങ് കപ്പയാണെന്നാണ്. അവൾ കപ്പ ഭയങ്കര ഇഷ്ടമാണ്. കപ്പക്കറിയാന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് കഴിക്കണേ. അങ്ങനെ ഞങ്ങളൊരു ടോസൊക്കെ ചെയ്ത് ഞങ്ങളുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. തങ്കത്തിന് വെള്ളമാണ്. അങ്ങനെ ഞങ്ങൾ തങ്കവും കഴിച്ചു നല്ലവണ്ണം. അങ്ങനെ ഞങ്ങൾ 3 പേരോട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തങ്കത്തിന് മൊബൈൽ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മൊബൈലൊക്കെ നോക്കിക്കൊണ്ടാണ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ഇതും പറഞ്ഞു മധൂത് ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാനത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ കുക്കറിലേക്ക് പട്ട, ഗ്രാമ്പൂ, അതുപോലെ ഏലക്ക, പിന്നെ 2 ബേ ലീഫും കൂടി ഇട്ടിട്ട് അതൊന്ന് ലൈറ്റായിട്ട് മൂത്ത് വന്നപ്പോൾ സവാള ചെറുതായിട്ട് നുറുക്കിയത് ഒരു 3 സവാളയായിരുന്നു മീഡിയം സൈസ് നുറുക്കിയത് ഇട്ടിട്ട് ഞാനത് ഇളക്കി. ആ സമയത്ത് തങ്കം പാരലൽ യൂണിവേഴ്സിൽ കുക്കിംഗ് നടത്തുന്നുണ്ട്. ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച് അവളുടേതായ രീതിയിൽ കുക്കിംഗ് നടത്തുന്നുണ്ട്. പിന്നെ ഈ സവാള നല്ലോണം ബ്രൗൺ ആയി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 2 തക്കാളി 2 ക്യാപ്സിക്കം കൂടി ചെറുതായി നുറുക്കിയതും അത് ഇട്ടിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ കുക്കിംഗ്. ഞാനിതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂണോളം 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് അതിന് ഫ്ലേവറൊക്കെ കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇട്ട് കളറൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. അതിനുശേഷം ഞാൻ ചിക്കൻ ഒരു 2.25 കിലോയോളം ചിക്കൻ ഉണ്ട്. അത് 4 പീസസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അതങ്ങനെ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് എന്നിട്ട് ചിക്കനിലേക്ക് നല്ലവണ്ണം ഒരു മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സൊക്കെ ചിക്കൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വെന്തതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാനപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തത് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 4 പച്ചമുളകും കീറാതെ ഇട്ടു. പിന്നെ 2 മാഗി ക്യൂബ്സും ഒരു ഡ്രൈ ചെറുനാരങ്ങയും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് അത് ലൈറ്റ് തിള വന്നപ്പോൾ ഞാൻ എൻ്റെ അരി കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ടിട്ട് അതിലിട്ടിട്ട് നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്ത് അപ്പോൾ ഞാനത് ഈ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഈ മധൂതിൻ്റെ മസാല ഇടണമായിരുന്നു. അത് ഞാൻ മറന്നുപോയി. ആ മസാലയും കൂടി അപ്പം ഇട്ടിട്ട് അതിനുശേഷം ഞാൻ കുക്കർ അടച്ചു വെച്ചു കേട്ടോ. അത് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലാണ് വേണ്ടത്. തങ്കപ്പോൾ പാരലൽ യൂണിവേഴ്സിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവൾ മുട്ട നേരത്തെ ഒരു കറിയാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയോ ഉണ്ടാക്കലാണ് കണ്ടോ, കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ അത് കഴിഞ്ഞിട്ട് അതാണ് അവളുടെ സ്റ്റൗ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൾ ചപ്പാത്തി ചുടുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം കറിയും കൂട്ടി അവളുടെ കുട്ടിക്ക് ഫീഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മധൂതിന് ഒരു ചട്നി വേണം. അപ്പോൾ ഒരു സവാളയും ഒരു തക്കാളിയും കുറച്ച് മല്ലിയിടലയും കുറച്ച് ക്യാപ്സിക്കും കൂടി പച്ചമുളകും കൂടി കുറച്ച് വിനാഗിരി ഉപ്പും കൂടി അരച്ച് വെച്ചിട്ട് ഒരു ചട്നിയാക്കിയും വെച്ചിട്ടുണ്ട്. മീൻ ടൈമിൽ അപ്പോഴേക്കും കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കിടന്ന് അവളുടെ പണിയൊക്കെ കഴിച്ചു വെച്ചു. അപ്പോൾ ഒരു മീഡിയത്തിൽ ഒരു വിസിലൊക്കെ വന്ന് അതിന് ശേഷം എയറൊക്കെ പോയതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അരിയൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് കണ്ടു. പീസസൊക്കെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ടേബിളെല്ലാം വൃത്തിയാക്കി ലഞ്ചിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം റൈസും ഇതിന് വേറൊരു പാത്രത്തിലേക്ക് കോരി എടുത്ത് ഞങ്ങൾക്ക് അപ്പയ്ക്ക് കഴിക്കാനുള്ളത് മാത്രം ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് മാത്രം കോരി മാറ്റി വെച്ചു. അതിനുശേഷം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തങ്കം ഓൾറെഡി സെറ്റായിട്ട് വന്നിട്ട് അവൾക്ക് വിശക്കാൻ തുടങ്ങിയിരുന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തങ്കം ഇരുന്ന് തങ്കത്തിന് ഞാൻ ആദ്യം കുറച്ച് പീസസും കുറച്ച് റൈസും കൊടുത്തപ്പോൾ തങ്കം വെരി ടേസ്റ്റി നല്ല മണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അവൾ ഈ ഇങ്ങനത്തെ ബിരിയാണി വെറൈറ്റീസിൻ്റെ ഒരു ഫാനാണല്ലോ. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങളുടെ ക്രിസ്മസ് ലഞ്ച് കഴിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ആയപ്പോൾ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. പള്ളിയിലൊക്കെ ലൈറ്റൊക്കെ കണ്ടു. അതിനുശേഷം തങ്കത്തിനപ്പോഴേക്ക് ഐസ്ക്രീം വേണം. പിന്നെ ഒരു മിൽമ പാർലറിൽ പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞാനും ഇതിനും ഒരു കസാട്ടയും ഇതിനൊരു തങ്കം 2 ഐസ്ക്രീംസും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.